രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതൈ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നലെ രാഘവാസ്ത്രം ഏറ്റ് മരണം വരിച്ച ബാലിയെയാണ് കണ്ടത്. മരിച്ചിട്ടില്ല, ജീവൻ പോകുന്നേ ഉള്ളൂ. അത് പറയുന്നേ, ജീവൻ പോകുന്ന സന്ദർഭം പറയുന്നുണ്ട്. ഏകദേശം മൃതപ്രായമായി, മരിച്ച പോലെയായി. അപ്പോഴാണ് കുറേ രാമനോട് എന്തിനാണ് എന്നെ വധിച്ചത്, അങ്ങ് ധർമ്മിഷ്ഠനാണെന്ന് പറയുന്നു. ഞാൻ എന്തൊരു അപരാധമാണ് രാമ അങ്ങേക്ക് ചെയ്തത്, പ്രകാരമുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം കേട്ടു. ബാലിക്ക് പറയേണ്ടതൊക്കെയാണ് പറയട്ടെ എന്ന് വിചാരിച്ചു രാമൻ. അതിനുശേഷം തിരിച്ച് മറുപടി പറഞ്ഞു. മറുപടി പറയാൻ പറ്റില്ലല്ലോ. ഇത്യുക്തപ്രസിദ്ധം വാക്യം ധർമാർത്ഥസഹിതം ഹിതം പുരുഷം ബാലിനാരാമോ നിഹതേന വിജേതസ. പരുഷമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞപ്പോൾ, ബുദ്ധിമാനായിരിക്കുന്ന ബാലി പ്രകാരം പറഞ്ഞപ്പോൾ, ആ വാക്കുകൾക്ക് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞു എന്ന് പറയണം. ഈ കാര്യങ്ങളൊക്കെ വിനയത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത്. അധിക്ഷിപ്തദാ രാമ പശ്ചാത് ബാലിനമ ബ്രവീത്. അധിക്ഷേപിക്കപ്പെട്ടതായിരിക്കുന്ന രാമൻ പിന്നീട് ബാലിനം അബ്രവീത്, ബാലിയോട് ഇപ്രകാരം പറഞ്ഞു. എപ്രകാരം പറഞ്ഞു? ധർമ്മമർത്ഥം ച കാമം ച സമയം ചാഭിലൗകികം അവജ്ഞായ കഥം ബാല്യാൻ മാം ഇഹാവിഗർഹസേ. ഏ ബാലി, ധർമ്മം അർത്ഥം കാമം മുതലായ ലൗകിക ആചാരങ്ങൾ എന്തൊക്കെ ഏതൊക്കെ എന്ന് തിരിച്ചറിയാതെ അജ്ഞത കൊണ്ട് നീ എന്തിനാണ് എന്നെ നിന്ദിക്കുന്നത്? ഇതുകൊണ്ട് നിനക്ക് ഗുണമാണ് ഉണ്ടാവുക എന്ന് വിചാരിക്കേണ്ട. കാരണം മഹാപുരുഷന്മാരെ നിന്ദിക്കുന്നത് കൊണ്ട് ദോഷമുണ്ടാവും. സ്തുതിച്ച ഗുണമുണ്ടാച്ച കോൺവേഴ്സ്ലി നിന്ദിച്ച ദുഃഖം ഉണ്ടാവണ്ടേ, ദോഷം ഉണ്ടാവണ്ടേ? അതുകൊണ്ട് എന്തിനാണ് ഇപ്പോൾ നീ കൂടുതൽ പാപം വരുത്തി കൂട്ടുന്നത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് നീ എന്നെ അഭിക്ഷേപിക്കുന്നു? ചില കാര്യങ്ങൾ നീ കേൾക്കുക. ഇക്ഷാഗുണാമിയം ഭൂമി സശൈല വനകാനന. വനമാവട്ടെ, ശൈലമാവട്ടെ, കാനനമാവട്ടെ, ഈ ഭൂമി മുഴുവൻ ഇക്ഷ്വാകു വംശജരുടെയാണ് ഇപ്പോൾ നിലവിൽ. ഭരതനാണ് ഇപ്പോൾ രാജാവ്. അതുകൊണ്ട് മൃഗപക്ഷി മനുഷ്യാണാം നിഗ്രഹപ്രഗ്രഹവപി. മനുഷ്യനെ ആവട്ടെ, മൃഗങ്ങളെ, പക്ഷികളെ ഒക്കെ നിയന്ത്രിക്കാനും രക്ഷിക്കാനും ഉള്ള അധികാരം രാജാവിനുണ്ട്. ഭരതൻ ഇപ്പോൾ രാജാവാണ്, എൻ്റെ ഏട്ടനാണ്, ഞാനാവട്ടെ എൻ്റെ അനുജനാണ്. ഞാനാവട്ടെ ആ രാജാവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നടപ്പാക്കുന്നതിൽ സഹകരിച്ചിട്ടാണ് നിൽക്കുന്നത്. അതിനുള്ള ബാധ്യത ഉണ്ട് എന്നർത്ഥം, ഏട്ടനായാലും അനിയനായാലും. അപ്പോൾ അതുകൊണ്ട് ഭരതൻ രാജാവായ സ്ഥിതിക്ക് ഇക്ഷ്വാകു വംശത്തിൻ്റെ ഭരണം നടപ്പാക്കാൻ അവരോടുകൂടി സഹകരിച്ചു കൊണ്ട് ഞങ്ങൾ സഞ്ചരിക്കുന്നു. അതിനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അധർമ്മിഷ്ഠരെ ശിക്ഷിക്കുക എന്നത് അതിൻ്റെ ഭാഗമാണ്. തത്മിൻ നിബദിചാർത്തൂല ഭരതേ ധർമ്മവത്സലേ പാലയിത്യഖിലം ഭൂമിം കച്ചരേ ധർമ്മനിഗ്രഹം. അങ്ങനെയുള്ളതായിട്ടുള്ള ഏതൊരാളാണ് ധർമ്മത്തെ നിരാകരിക്കുക? ധർമ്മത്തെ നിരാകരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇപ്പം നീ ചെയ്തത് അതാണ്. നീ ധർമ്മം പഴച്ചവനും നിന്ദ്യകർമ്മം ചെയ്തവനും ഇഷ്ടത്തിനനുസരിച്ചിട്ട് തൽക്കാല സുഖം നോക്കി പ്രവർത്തിക്കുന്നവനും ആയി തീർന്നിരിക്കുന്നു. ത്വന്ത് സംക്ലിഷ്ട കർമ്മച്ച കർമ്മണാച്ച വിഗർഹിത. എല്ലാവരാലും നിന്ദിക്കപ്പെട്ട ശാസ്ത്രം നിന്ദിച്ചതായ പ്രവൃത്തി നീ ചെയ്തു. കാമതന്ത്ര പ്രധാനശ്ച നസ്ഥിതോ രാജവത്മനി. അതുകൊണ്ട് രാജധർമ്മത്തിൽ നിൽക്കാത്തവൻ, രാജധർമ്മത്തെ അനുസരിക്കാത്തവനാണ് നീ ഇപ്പോൾ ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ ജ്യേഷ്ഠോ ഭ്രാത പിതാ ചൈവ യച്ഛ വിദ്യാം പ്രയച്ഛതി ത്രയസ്തേ പിതരോ ജ്ഞേയ ധർമ്മേ പതിഹി വർത്തിന
പിതാവ് ജ്യേഷ്ഠൻ ഇത് ഒരേപോലെ കാണണം, പിതാവായാലും ജ്യേഷ്ഠനായാലും. പിന്നെ വിദ്യ പ്രദാനം ചെയ്യുന്നവൻ അതുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വിദ്യാം പ്രയച്ഛതി, വിദ്യ തൊടുക്കുന്ന ഒരാൾക്ക് അച്ഛൻ്റെ സ്ഥാനമുണ്ട് എന്നാണ്. അപ്പം തിരിച്ചതിൽ കോൺവേഴ്സ് വരുന്നുണ്ട്. പിതാവ് ജ്യേഷ്ഠൻ വിദ്യ പ്രദാനം ചെയ്യുന്നവർ ഗുരുനാഥൻ ആണെങ്കിൽ പിതാവ് തൻ്റെ ശിഷ്യനെ എങ്ങനെ കാണണം? പുത്രനായിട്ട് കാണണം, വേണ്ടേ? ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ അനുജനെ എങ്ങനെ കാണണം? പുത്രനായിട്ട് കാണണം. അപ്പോൾ പിതാവ് ജ്യേഷ്ഠൻ വിദ്യ പ്രദാനം ചെയ്യുന്നവൻ എന്നവർ പിതാക്കന്മാരാണെങ്കിൽ ഇവരൊക്കെ ശിഷ്യനെ പുത്രഭാവത്തിൽ കാണണം. യഥാർത്ഥ പുത്രൻ മാത്രമല്ല അനുജനും പുത്രനാണ്. ജ്യേഷ്ഠനെ പിതാവായിട്ട് കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ അനിയൻ ആരാണ്? പുത്രനായിട്ട് കാണണം. ഗുരുനാഥനെ അച്ഛനായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ അച്ഛൻ ശിഷ്യനെ എങ്ങനെ കാണണം? ഗുരുനാഥൻ പുത്രനായിട്ട് കാണണം, ജ്യേഷ്ഠൻ അനിയനായിട്ടും കാണണം. അപ്പോൾ പിതാവ് ജ്യേഷ്ഠൻ വിദ്യ പ്രദാനം ചെയ്യുന്നവർ ഇവർ അച്ഛന് തുല്യമാണെങ്കിൽ, അടുത്ത ശ്ലോകത്തിൽ അതാ പറയണത്. തിരിച്ചും അനുജൻ പുത്രൻ ഗുണവാനായ ശിഷ്യൻ എന്നിവരെ പുത്രനായിട്ടും കരുതണം. അനുജൻ പുത്രൻ, ഏട്ടൻ അനിയനെ അങ്ങനെ കാണണം. അതേപോലെ തന്നെ ജ്യേഷ്ഠൻ അനിയനെ അങ്ങനെ കാണണം. വിദ്യ പ്രദാനം ചെയ്ത് ശിഷ്യനെ പുത്രനായിട്ട് കാണണം. പിതാവ് എന്ന് പറഞ്ഞാൽ പിന്നെ പുത്രൻ തന്നെയാണ്. അതുകൊണ്ട് പ്ലവംഗമാ, നീ സജ്ജനധർമ്മം തെറ്റിച്ചിട്ട് എന്ത് ചെയ്തു? അനുജൻ്റെ പത്നിയെ ഇപ്പോൾ പത്നിയായി അനുഭവിച്ചിരിക്കുന്നു. വിചാരശീലം ഉള്ളവരെപ്പോഴും സർവഭൂതങ്ങളുടെയും അന്തര്യാമിയായിട്ടുള്ള ഈശ്വരനെ അറിയുകയും ധർമ്മം പ്രകാരം നടക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. നീ ഈ വാനരന്മാരുടെ ഇടയിൽ കൂടെ കഴിഞ്ഞുകൂടിയിട്ട് ഇപ്പോൾ ചപലൈസാർദ്ധം വാനരെ ആകൃതാത്മഭി, കണ്ണ് കാണാത്ത ഒരാളോട് ഈ ലോകത്തിലത്തെ കാര്യത്തെക്കുറിച്ച് കണ്ടതിനെ പോലെ അറിയണച്ചാൽ പറ്റുമോ? ജാതി അന്ധ ഇവ ജാതി അന്ധേർ മന്ത്രയൻ ദക്ഷസേനയ്ക്കും. കണ്ണ് കാണാത്ത ഒരാളോട് തന്നെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ അവനെങ്ങനെയാണ് യഥാർത്ഥം പിടികിട്ടുക? കണ്ണ് കാണുന്ന ആളോട് ചോദിച്ചാലല്ലേ പിടികിട്ടുള്ളൂ. എന്ന പോലെ നിനക്കോ വിവരമില്ല, കൂടെയുള്ള വാനരന്മാർക്കോ അവർക്കും വിവരമില്ല. അവരുടെ കൂടെ നടന്നാൽ പിന്നെ എങ്ങനെയാണ് നിനക്ക് ധർമ്മബോധം ഉണ്ടാവുക? അതുകൊണ്ട് നീ ശരിക്കും ഭ്രാതൃവർത്തസി ഭാര്യയായാം തെറ്റ്വാ ധർമ്മം സനാതനം, സനാതനധർമ്മത്തിന് വിരോധമായിരിക്കുന്ന അനിയൻ്റെ പത്നിയെ നീ പത്നിയായിട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനിയൻ ജീവിച്ചിരിക്കുമ്പോൾ അസ്യത്വം ധരമാണസ്യ സുഗ്രീവസ്യ മഹാത്മാവായിട്ട് സുഗ്രീവൻ ജീവിച്ചിരിക്കെ രുമായാം വർത്തത്തെ കാമാൽ സ്നുഷായാം ചാപകർമ്മകളിൽ. അനിയൻ്റെ പത്നി എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ പത്നിയെ പോലെയില്ലേ കാണേണ്ടത്? സ്നുഷ എന്ന് പറഞ്ഞാൽ മകൻ്റെ പത്നിക്ക് പറയണ വാക്കാണ് സ്നുഷ. ആ സ്ഥാനത്ത് കാണേണ്ടതിന് പകരം നീ പത്നി സ്ഥാനത്ത് വെച്ചിരുന്നാൽ അത് ധർമ്മമാവുമോ? അവിടെ നീ ധർമ്മഹീനനാണ്. തദ്വതീതേ ധർമ്മ കാമവൃത്തസ്യ വാനര എന്നവിടെ സ്വോദ്ദേശം വിളിക്കുക, നീ വാനരൻ തന്നെയാണ്. അതിലധികമുള്ള അറിവ് നിനക്ക് ഉണ്ടെങ്കിൽ നീ ഇപ്രകാരം ചെയ്യില്ലായിരുന്നു. വാനര പ്രാതൃഭാര്യ അവമർശേസ്മിൻ ദണ്ഡോയം പ്രതിപാദിത. കേവലം വാനര സ്വഭാവം കാണിച്ച് ധർമ്മത്തിന് വിരോധമായിട്ട് പെരുമാറുന്നതായ നിനക്ക് ഞാൻ ശിക്ഷ നൽകി. അതിനെന്താണ് തെറ്റ്? ഉചിതമായിട്ടുള്ള ശിക്ഷ. നഹി ധർമ്മ വിരുദ്ധസ്യ ലോക വൃത്താതപേയുഷ ദണ്ഡാതന്യത്ര പശ്യാമി നിഗ്രഹം ഹരിയൂതപ. ഹേ വാനര, നിനക്ക് ഈ നിഗ്രഹം അല്ലെങ്കിൽ വധമല്ലാതെ മറ്റ് ശിക്ഷയൊന്നും ഉചിതമായിട്ട് ഞാൻ കാണുന്നില്ല. അത് അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാപം ക്ഷന്തവ്യമല്ല, ക്ഷമിക്കാവുന്ന തെറ്റല്ല നീ ചെയ്തത്. അനുജൻ കാല് പിടിച്ച് അപേക്ഷിച്ച് കിരീടവും എല്ലാം നിനക്ക് സമർപ്പിച്ചു. അപ്പോൾ നീ ആട്ടി പുറത്താക്കി പോരാ, വധിക്കാൻ ശ്രമിച്ചു. ഇതെങ്ങനെയാണ് ക്ഷമിക്കുക എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ നീ ഒരു നിമിഷം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സുഗ്രീവനൊന്നും ജീവിച്ചിരിക്കില്ല. അപ്പം നീ ഇത് ശരിയാണോ? നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന അനിയനെ നീ അവിശ്വസിച്ചു.
ആട്ടി പുറത്താക്കി രാജ്യത്ത് നിന്ന്. രാജസ്ഥാനം കൊടുത്തില്ല എന്നല്ല, അവിടുന്ന് ആട്ടി പുറത്താക്കി. അവിടെ കടന്ന നീ വധിക്കും ചെയ്തത് ശരിയാണോ? നഹിതേ മർഷ്ടേ പാപൻ ക്ഷത്രിയോഹം കുലോദ്ഭവ ഔരസിം ഭഗിനിങ് വാഭിഭാര്യാം ജാപ്യനുജസ്യവയാ. പുത്രിയെ, അമ്മയെ, അനിയൻ്റെ ഭാര്യയെ ഒരേപോലെയാണ് കാണേണ്ടത്. ഒരു ധർമ്മശാസ്ത്രം വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ ഒരിക്കലും വധിച്ചതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. ആലോചിച്ചിട്ട് തന്നെയാണ് നിന്നെ ഞാൻ വധിച്ചിരിക്കണം, ആലോചിക്കേണ്ടില്ല. ഭരതൻ രാജാവായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുവർത്തികളാണ് ഞങ്ങൾ. അദ്ദേഹം പറയുന്ന നിയമം നടപ്പാക്കാൻ എവിടെയും ഞങ്ങൾക്ക് അധികാരവും ബാധ്യതയുമുണ്ട്. അത് ഇവിടെ ഞങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതൊരു തെറ്റും ഇപ്പോൾ സ്വാർത്ഥത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇനി രണ്ടാമത് സുഗ്രീവനോടുള്ള സഖ്യം ചെയ്തു. ഇപ്പോൾ എനിക്ക് സീതയെ വീണ്ടെടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. സുഗ്രീവൻ, ആ സുഗ്രീവനോട് സഖ്യം ചെയ്തത് കാരണം സുഗ്രീവന് വേണ്ടി ഹിതം എനിക്ക് ചെയ്യണം. അതെങ്ങനെയാണ് തെറ്റാവുക? സുഗ്രീവൻ ഇപ്പോൾ എൻ്റെ മിത്രമാണ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കാൻ സമ്മതിച്ച് നിൽക്കുന്ന സമയമാണ്. അങ്ങനത്തെ സുഗ്രീവനെ നീ വധിക്കാൻ നോക്കിയാൽ ഞാൻ കണ്ടു നിൽക്കണോ? എന്താ ഇപ്പം നീ പറയണത്? എൻ്റെ ഇഷ്ടമിത്രമായിട്ട് എനിക്ക് ജീവൻ ധരിക്കാൻ വേണ്ടി പോലും തയ്യാറായിരിക്കുന്ന സുഗ്രീവനെ നീ വധിക്കാൻ നോക്കിയാൽ ഞാൻ കണ്ടു നിൽക്കണോ? ബാലി, അതെങ്ങനെ സാധിക്കും? അത് ഏതൊരാളാണ് ചെയ്യുക? അതുകൊണ്ട് എൻ്റെ മിത്രമായ സുഗ്രീവൻ്റെ ശത്രുവായിട്ടുള്ള നിന്നെ വധിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. മാത്രമല്ല ഈ വധം ധർമ്മരീതിയിൽ നിന്നെ സഹായിക്കും. ഒരു സ്നേഹിതനോട് നിറവേറ്റേണ്ട കടമയെ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി നിൻ്റെ കാര്യം, നിന്നെ സംബന്ധിച്ചാണെങ്കിൽ ഈ രാജ്യം നിനക്ക് പോയി എന്ന് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നിനക്ക് ശ്രേയസ്സാണ്. ശ്രൂയതേ മനുനാഗീതോ ശ്ലോകോ ചാരിത്രവത്സലോ. പണ്ട് മനു സ്വയംഭൂവന് 2 ശ്ലോകം ചൊല്ലിയിട്ടുണ്ട്. പറഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് ശ്ലോകം സംഹിതായിലത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കണു. കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടാൽ ആ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിക്ക് സ്വർഗത്തിന് അർഹതയുണ്ട് അത്രേ. വേഗം ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ തെറ്റ് അതോടുകൂടി തീർന്നു എന്നാണ്. ഇവിടെ ശിക്ഷിക്കപ്പെട്ട ശിക്ഷ ഇവിടെ കഴിയത്രേ. ഇവിടെ കഴിഞ്ഞില്ലെങ്കിലോ അവിടെ വെച്ചിട്ടുണ്ട് ഇതിനേക്കാളും ഘോരമായിട്ടുള്ള നരകം. ഇവിടെ ശിക്ഷിക്കപ്പെട്ടാലോ അതോടുകൂടിയിട്ട് അവൻ്റെ പാപം തീർന്നു. അപ്പം നിൻ്റെ പാപം ഒരു കണക്കിന് ഞാൻ ഇല്ലാണ്ടാക്കല്ലേ ചെയ്ത. നിർമ്മല സ്വർഗമായ അന്തി സന്ത സുഗതിനോ യഥാ. ഇനി നിനക്ക് സ്വർഗം ലഭിക്കും. വീരസ്വർഗം പ്രാപിച്ച് മരിച്ചത് കാരണം നിനക്ക് സ്വർഗം ലഭിക്കും. നീ ചെയ്തിട്ടുള്ളതിൻ്റെ ഈ പാപം എൻ്റെ ശിക്ഷ കൊണ്ട് ഇല്ലാണ്ടായി. പണ്ട് മാന്ധാതാവ് ഇത്തരത്തിലുള്ള ഘോരദണ്ഡനം പലർക്കും വിധിച്ചിട്ടുള്ളതായിട്ട് കഴിവുണ്ട്. കോടതിയും വിധിയൊക്കെ പറയുമ്പോൾ ഇന്ന കോടതി ഇന്ന് വിധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദാഹരിക്കും ഇല്ലേ? കോർട്ട് വിധിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പണ്ടത്തെ ഒരു വിധിയെ കോട്ട് ചെയ്യണ ഒരു ഏർപ്പാട് അതവിടെ ചെയ്ത് മാന്ധാതാവ് അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഘോരമായിട്ടുള്ള ആ തെറ്റിൻ്റെ പാപം നീ ഇപ്പോൾ അനുഭവിച്ചു തീർന്നത് കൊണ്ട് ആ പാപവും നിനക്ക് തീർന്നു. സ്വർഗത്തിന് നീ ഇപ്പോൾ അധികാരിയായി എന്ന് നീ ഓർത്തോളൂ. അതുകൊണ്ട് വേറെ ഒരു കാര്യം കൂടി പറയണ്ട. നമേ തത്ര മനസ്താപോ നമന്യൊരു ഹരിയൂതവ. എനിക്ക് യാതൊരു മനസ്താപവും ബാലി നിന്നെ വധിച്ചതിലില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ രാജാക്കന്മാർക്ക് നായാട്ട് പണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അവർ ജീവികളെ പാശം കയറുകൊണ്ട് വല പിടിച്ചിട്ട് കെണി വെച്ചിട്ട് ഒളിഞ്ഞു നിന്നിട്ട് എല്ലാം വധിക്കും. ഇത് സാധാരണയാണ്. അതിൽ രാജാവിന് പാപമൊന്നുമില്ല. നീ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വാനരൻ എന്ന് പറഞ്ഞാൽ ഒരു മൃഗം തന്നെയാണ്. അതിലപ്പുറം നീ എന്താണ്? അപ്പം അതുകൊണ്ട് നിന്നെ ഞാൻ ഒളിഞ്ഞു നിന്ന് കൊന്നു എന്നുള്ള പാപം സത്യത്തിൽ എനിക്ക് ഇല്ല. എൻ്റെ അസ്ത്രത്താൽ നിൻ്റെ പാപം തീർന്ന ഗുണം നിനക്ക് കിട്ടും ചെയ്തു. അങ്ങനെ എങ്ങനെ തിരിഞ്ഞും പറഞ്ഞു നോക്കിയാലും നിനക്ക് ഗുണമല്ലാതെ ഞാൻ എന്താണ് ചെയ്തിരിക്കണം? രാജർഷിമാർ പോലും നായാട്ടിന് പോയിട്ടുണ്ട്. അവർ ഈശ്വര വിശ്വാസികളും തപസ്സാചരിക്കുന്നവരുമാണ് രാജർഷികൾ. അവരും നായാട്ട് ചെയ്ത് മൃഗങ്ങളെ പല വിധത്തിൽ കൊന്നതായിട്ട് കാണുന്നുണ്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ. അതുകൊണ്ട് ഇതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. നീയെ എന്നോട് ഇപ്രകാരം മറുത്ത് പറയാൻ പാടില്ല. അത് നിനക്ക് ദോഷം ചെയ്യും. താൻ നഹിംസ്യാന്ന ചാക്രോശേൻ നാക്ഷിബേൻ അപ്രിയം ബദൽ. അപ്രകാരമുള്ള രാജാക്കന്മാരോട് അപ്രിയം പറയുക എന്ന് പറയുന്നത് നിനക്ക് ഭാവിയിൽ ദോഷം ചെയ്യും. അത് ശുഭകരമല്ല.
ഈ ലോകത്തിൽ മനുഷ്യന്മാരുടെ വേഷത്തിൽ സഞ്ചരിക്കുന്ന ദേവന്മാരാണത്രേ രാജാക്കന്മാർ. അതൊക്കെ ഇപ്പം പറഞ്ഞാൽ കുറച്ച് അബദ്ധമാവും. കാരണം ഭരണനേതാക്കൾ ദേവന്മാരെ പോലെ ആണോ എന്ന് ചോദിച്ചാൽ പണ്ടങ്ങനെയാണ്. അവർ തെറ്റ് ചെയ്യില്ല. അവരെ ആശ്രയിച്ചവർക്കൊരു അഭയം കൊടുക്കും. എനിക്കിങ്ങനെ ഒരു കഷ്ടമുണ്ട്, രാജ്യൻ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവർ സാധിക്കുന്നത് ചെയ്യും. അവരുടെ കാര്യമായിട്ടോ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പോഴത്തെ നരരൂപത്തിൽ ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഡേഷാണ് ഇപ്പോഴത്തെ ആൾക്കാർ, രാക്ഷസന്മാർ. അല്ലെങ്കിൽ വേറെ എന്താ പേര് പറയേണ്ടത് ചില. പണ്ട് അങ്ങനെയല്ല, അവർ ദേവന്മാരാണ്. അതുകൊണ്ട് ദേവൻ നിന്ദ ചെയ്താൽ ഉള്ള പാപം എന്തോ അത് അത്തരക്കാരോട് മറുത്ത് പറയുന്ന നിനക്ക് ലഭിക്കും. അതുകൊണ്ട് നീ എന്നെ നിന്ദിക്കരുത്. ഇത്രയും കേട്ടപ്പോൾ ബാലിക്ക് തോന്നി താൻ ചെയ്തത് തെറ്റായോ എന്ന്. ഏവമുക്തത്വ രാമേണ ബാലീ പ്രവ്യതിതോ വൃഷം നദോഷൻ രാഘവേദ്യോ ധർമ്മേതിഗത നിശ്ചയ. ശരിയാണല്ലോ ഈ പറയുന്നത്. ഇനി ഞാൻ എന്തായാലും രാമനെ ഒന്നും പറയില്ല, സമ്മതിച്ചു. എൽ ത്വമാർത്ഥ നരശ്രേഷ്ഠ തദേവം നാത്ര സംശയ. രാമ, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്. അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം ക്ഷമിക്കണേ എന്ന് പറയുകയാണ്. പ്രതിഭക്തം പ്രകിട്ടേകീനാപകിട്ടത്വജജ്ഞയാൽ യഥയുക്തം മയാ പൂർവം പ്രമാദാദുക്തം അപ്രിയം. ഞാൻ അങ്ങയോട് അറിവില്ലായ്മ കൊണ്ട് പ്രമാദാത് പറഞ്ഞ അപ്രിയത്തെ പൊറുക്കണേ എന്ന് പറയുകയാണ്. തത്രാപികലുമേ ദോഷം കർത്തന്നാർഗതിരാഘവ. അതുകൊണ്ടുള്ള ദോഷം എനിക്കുണ്ടാവരുതേ. ത്വംകിദിഷ്ടാർത്ഥ തത്വജ്ഞ പ്രജനാം ശഹിതേരത. എല്ലാം യഥാർത്ഥത്തിൽ അറിയുന്നവനും ദൃഷ്ടാന്തത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവനും കാര്യകാരണാധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്നവനുമാണ് അങ്ങ്. മാമപ്യഗതധർമാണാം വ്യതിക്രാന്തപുരകൃതം ധർമ്മതം വിതയാ വാച ധർമ്മജ്ഞാ പരിപാലയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതായിട്ടുള്ള അധർമ്മങ്ങളോ തെറ്റോ എല്ലാം പുറത്ത് ധർമ്മവാക്കുകൾ കൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. ഏതൊരാൾക്കും മരിച്ചു പോകുമ്പോഴുള്ള അഭിലാഷം, അന്ത്യാഭിലാഷം ഉണ്ടാവും എന്നാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയണം. നത്വാമാത്മാനമഹം ശോചേ ന താരാം ന ച ബാന്ധവാന്യഥാ പുത്രം ഗുണശ്രേഷ്ഠമംഗതം കനകാംഗതം. താരയെക്കുറിച്ചോ സുഗ്രീവനെക്കുറിച്ചോ ഒന്നും എനിക്കത്ര വിഷമമൊന്നുമില്ല, പ്രജകളെക്കുറിച്ചുമില്ല. അതൊക്കെ അടുത്ത സ്റ്റേജിലേക്ക് അവർ മാറിക്കോളും. പക്ഷേ എൻ്റെ പുത്രനുണ്ടല്ലോ അംഗദൻ, അവനെക്കുറിച്ചാണ് എനിക്ക് ഏറ്റവും വിഷമം. അവന് കാര്യകാരണ വിചാരം കഴിവ് കുറവാണ് എന്ന് ഞാൻ വിചാരിക്കണു. കനകാംഗതം, സ്വർണ്ണഭൂഷണങ്ങൾ അണിഞ്ഞതായിട്ടുള്ള അവനെ ലാളിച്ച് വളർത്തിയതുകൊണ്ട് രാമ അവന് കാര്യവിവരമൊന്നുമില്ല. അതുകൊണ്ട് അവനെ അങ്ങ് രക്ഷിക്കണേന്ന് എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. ഗുണശ്രേഷ്ഠനായിട്ടുള്ള അംഗദനെ അപകടം കൂടാതെ രക്ഷിക്കണേന്ന് എൻ്റെ അവസാന അഭിലാഷമാണ്. സ മമാദർശനാദീനോ ബാല്യാർ പ്രവൃത്തി ലാളിത. ചെറിയ കുട്ടിയാവുമ്പോൾ ലാളന ഏറ്റവും വളർന്നതായിട്ടുള്ള അവൻ എന്നെ കാണാത്തതിൽ അത്യന്തം ദുഃഖിക്കും. ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. സാധാരണ രീതിയിലുള്ളൊരു മനുഷ്യനുണ്ടാവുന്ന വികാരം മരിക്കുമ്പോൾ ആർക്കും ഉണ്ടാവട്ടെ. എൻ്റെ കുട്ടികളെ നോക്കണേ എന്ന് പറഞ്ഞിട്ട് മരിച്ചു പോകുന്നവരുണ്ട്. അത് കേട്ടിട്ടുള്ളവർ അത് ചെയ്യണം എന്നാണ്. അന്ത്യാഭിലാഷം സാധിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത അത് കേട്ടവർക്കുണ്ട്. അതാണ് തടാക ഇവ പീതാംബു രൂപശോഷം ഗമിഷ്യതി. എപ്രകാരം വെള്ളം വറ്റിയതായിട്ടൊരു തടാകം, ആ തടാകത്തിലുള്ള മത്സ്യങ്ങളോ മറ്റ് ജീവികളോ ദുഃഖിക്കുന്നുവോ, അതേപോലെ എൻ്റെ അഭാവം അവനെ ഇപ്പോൾ രാമ ദുഃഖിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ട് എൻ്റെ പുത്രനായിട്ടുള്ള അംഗദനിൽ അങ്ങ് കരുണ കാണിക്കണം. എന്നോട് കാണിച്ചതായിട്ടുള്ള ഈ വിഷമം ഭാവം അവനോട് തുടർന്ന് കാണിക്കരുതേ എന്ന് പറയണം. ബാലച്ചാകൃതബുദ്ധിച്ച ഏകപുത്രച്ച മേ പ്രിയ. എനിക്ക് ആകെ ഒരു പുത്രനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ലാളിച്ചു പോയി. അത്രയ്ക്കുള്ള വകതിരിവ് അവനില്ല. അതുകൊണ്ട് താരേനായിട്ടുള്ള താരയുടെ പുത്രനായിട്ടുള്ള അവനെ രക്ഷിക്കണേ എന്ന് പറയണം. യാതേ നരപതേ വൃത്തർ ഭരതേ ലക്ഷ്മണേ ചയാ സുഗ്രീവേ ചാംഗതേ രാജൻ താം ത്വമാധാതുമർഹസി. അങ്ങ് ഭരതനോടും ലക്ഷ്മണനോടും എപ്രകാരം ആണോ വർത്തിക്കുക അതേപോലെ എൻ്റെ പുത്രനെ കാണണം. സുഗ്രീവനെയും ഭരതനെയും കാണുന്ന പോലെ എൻ്റെ ഉണ്ണിയെ കാണണേ രാമ. വേറെ ഒരു ദൃഷ്ടിയിൽ അവനെ കാണരുതേ എന്ന് പറയുകയാണ്. അതുകൊണ്ട് അങ്ങ് രക്ഷിക്കണം, അങ്ങ് അവനെ രക്ഷിക്കണം. സുഗ്രീവൻ എൻ്റെ പത്നിയായിട്ടുള്ള താരയെ ഉപദ്രവിക്കാതെയും അങ്ങ് നോക്കണം. എൻ്റെ കാലശേഷം രക്ഷിതാവില്ല എന്ന് വെച്ചാൽ സുഗ്രീവൻ ഈ പഴയ ദേഷ്യം അഥവാ എൻ്റെ പത്നിയിൽ കാണിച്ചാലോ
എന്ന് എനിക്ക് കുറേശ്ശെ ആശങ്കയുണ്ട് രാമ. അതെല്ലാം അങ്ങ് നോക്കി വേണ്ട പോലെ ആക്കി തീർക്കണം. ആ അംഗദനെ സ്വന്തം ആളായിട്ട് കാണണം, യുവരാജാവായിട്ട് അവനെ വാഴിക്കുകയും വേണം എന്നങ്ങനെ പറഞ്ഞു. രാമൻ ആശ്വസിപ്പിച്ചു. സതാമാശ്വാസയ രാമോ ബാലിനം വ്യക്തദർശനം സാധു സമ്മതയാ വാച ധർമ്മതത്വാർത്ഥയുക്തയാ നസ്തന്താപത്വയാ കാര്യ ഏതദർത്ഥം പ്ലവംഗമ. വാനര, നീ അതിനെക്കുറിച്ച് വ്യസനിക്കേണ്ട. ന വയം ഭവതാ ചിന്ത്യ നാപ്യാത്മാഹരിതത്തമാം. ഞങ്ങളെക്കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട, അംഗദനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട. വേണ്ട വിധത്തിലൊക്കെ അത് ഞങ്ങൾ പരിപാലിച്ചു കൊള്ളാം എന്ന് പറയുന്ന അംഗദനെ പാലിക്കും. ഇത് വാക്ക് തരികയാണ്. ഇതാ വാക്ക് തരുന്നു, അംഗദനെ ഞങ്ങൾ പാലിക്കും. ഇനി നിനക്ക് ശ്രേയസ്സാണ്. എൻ്റെ പാപവും ദുഷ്ടവിഷമവുമായിട്ടുള്ള ദിവസങ്ങളൊക്കെ ഇതോടുകൂടിയിട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഞങ്ങൾക്ക് ധർമ്മശാസ്ത്രത്തിൽ വളരെ അറിവുള്ളവരും അതിൽ തന്നെ മനസ്സ് വെച്ചവരും ആണ്. അതുകൊണ്ട് ഈ ശിക്ഷ നിനക്ക് കിട്ടിയതോടു കൂടിയിട്ട് എൻ്റെ സർവ്വപാപവും തീർന്നു. എൻ്റെ അസ്ത്രം കൊണ്ട് മരിച്ചത് കാരണം നിനക്ക് സർവ്വതാ മേൽഗതി ഉണ്ടാവുകയും ചെയ്യും എന്നങ്ങനെ പറഞ്ഞ് സർവ്വ രീതിയിലും താൻ പെരുമാറിക്കോളാം. അംഗദൻ, ഞാനും സുഗ്രീവനും ഒരേപോലെ വ്യത്യാസമില്ലാതെ കാണണം എന്നല്ലേ നീ പറഞ്ഞത്? തീർച്ചയായിട്ടും അവിടെ നടന്നിരിക്കും. എൻ്റെ അംഗദന് യാതൊരു ദോഷവും വരാണ്ട് ഞങ്ങൾ നോക്കിക്കോളാം. സതസ്യ വാക്യം മധുരം മഹാത്മന സമാഹിതം ധർമ്മ പഥാനുവർത്തിതം നിശമ്യരാമസ്യരണാവമർദ്ദിനോ വചസ്തുയുക്തം നിജഗാതവാനരാം. നല്ല രീതിയിലുള്ളതായ വാക്യങ്ങൾ, മധുരമായിട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ട് ആ വാനരൻ മരണസമയത്ത് ഇപ്രകാരം രാമനോട് പറഞ്ഞു. ശരാഭിതപ്തേന വിജേതസാമയ പ്രഭാഷിതത്വം യഥജാനദാവിഭോ. പറയണം, മരണസമയത്ത് ആ ശരം മേല് തറച്ചതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ അറിവില്ലായ്മ രാമ അങ്ങയോട് പറഞ്ഞു, എല്ലാം മാപ്പാക്കണേ. അറിവില്ലാതെ കൊണ്ട് അങ്ങയോട് മറുത്ത് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അങ്ങ് കാര്യമായിട്ട് എടുക്കരുത്. അതുകൊണ്ട് എനിക്ക് ദോഷം ഉണ്ടാവരുതേ എന്ന് പറയുകയാണ്. പേടിയായി വലിക്കേ മഹാപുരുഷന്മാരോട് ഈശ്വരന്മാരെ പോലുള്ളവരോടൊക്കെ മറുത്ത് പറയുക, അങ്ങ് ചെയ്ത് തെറ്റായി എന്നുകൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചു. ഇതം മഹേന്ദ്രോപമ ഭീമവിക്രമ പ്രസാദിതത്വം ക്ഷമമേ നരേശ്വര. ഇന്ദ്രതുല്യമായിരിക്കുന്ന ഭീമവിക്രമം ഉള്ളതായിരിക്കുന്ന രാമ, അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞ അപരാധങ്ങളെല്ലാം പൊറുക്കണേ എന്ന് പറഞ്ഞ് രാമനെ നോക്കി പിന്നീടൊന്നും പറയാതെ മൂർച്ഛിച്ചു. ആ കണ്ണുകളാണ്ട് അടഞ്ഞു എന്ന് പറയണം. പ്രാണൻ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് വാലി ഇത്തരത്തിലായി എന്ന് കണ്ട് താര പുറത്തേക്ക് വരികയാണ്. തൻ്റെ ഭർത്താവായിട്ടുള്ള വാലി നിര്യാണം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് ആ രംഗം കാണാൻ താര വന്നതിന് ശേഷമൊക്കെ ജീവൻ പോകുന്നുള്ളൂ. അതിന് ശേഷം അങ്ങനെ കണ്ടു, തൻ്റെ ഭർത്താവ് മരിച്ചതായിട്ട് കണ്ട് താരയുടെ വിലാപവും ഭഗവാൻ കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശം. ഒരാൾ മരിച്ചാൽ പണ്ടൊക്കെ രാമായണം വായിച്ചിരുന്നു എന്നാണ് നമ്മൾ പറയാം. ഈ മരിച്ച സമയത്ത് വായിക്കാൻ പാടില്ല. മരിച്ച സമയത്ത് രാമായണമോ ഗീതയോ വായിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അത് വേണം എന്നാണ് പറയുക. അപ്പോൾ അതാണ് ഇവിടെ ആ താരോപദേശം അത്രയോ ഒന്ന് ശരിക്കും പറയാച്ചാൽ വായിക്കേണ്ടത്. അല്ലെങ്കിൽ ലക്ഷ്മണോപദേശം, രണ്ടായാലും കുഴപ്പമില്ല. അതാണ് ഒരാൾ മരിച്ചാൽ അവിടെ വായിക്കണം എന്നാണ് പറയുക. അപ്പോൾ ആ താരയ്ക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശം, താരയുടെ സാന്ത്വനം, വിലാപവും ഒക്കെയാണ് അടുത്ത സർഗത്തിൽ പറയാൻ പോണത്. പൂർവന്നാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതസ്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.